ഒരു ജനപ്രതിനിധിക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണ്? മൾട്ടി ടാസ്കിങ്. അതായത് ഒരേ സമയം പല രീതിയിലുള്ള ആൾക്കാരുമായി ഇടപഴകാനും ആ ആൾക്കാരുടെ പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും യുക്തിപരമായി ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവർക്ക് യാതൊരുവിധ അലോസരവുമില്ലാതെ പരിഹരിക്കാൻ കഴിയണം. ഇതാണ് ഒരു ജനപ്രതിനിധിക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള ക്വാളിറ്റി അഥവാ ഗുണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഗുണമുള്ള ഒരു നേതാവിനെയാണ് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെയാണ് ഇത്തവണ ഇടവക്കോട് വാർഡിൽ 25 വർഷമായി CPMൻ്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള കഴിഞ്ഞ തവണ വെറും 45 വോട്ടിന് മാത്രം BJPക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ ആ സ്ഥാനം നഷ്ടപ്പെട്ട ആ വാർഡിൽ ഇറക്കിയിരിക്കുന്നത്. അതെ, BJPയെ ഇത്തവണ 25-കാരിയായ സ്വാതി എസ് കുമാറാണ് ഇടവക്കോട് വാർഡിൽ പ്രതിനിധീകരിക്കുന്നത്. സ്വാതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്ക് 100 നാവാണ്. പ്രധാനമായിട്ടും എന്താണ് കാരണം? പ്രധാനമായിട്ടും ഈ യുവതിയുടെ മൾട്ടി ടാസ്കിംഗ് ആണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. പഠനത്തോടൊപ്പം തന്നെ സ്പോർട്സ് അഥവാ കായികപരമായിട്ടുള്ള മികവുകൾ, അതോടൊപ്പം തന്നെ പൊളിറ്റിക്സ്, രാഷ്ട്രീയം, ഇതിലെല്ലാം തന്നെ ഒരേ സമയം കൃത്യമായി മികവ് തെളിയിക്കാൻ സ്വാതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സ്വാതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പാർട്ടി എന്നതിലുപരി, അതായത് BJP എന്ന് പറയുന്ന പാർട്ടി എന്നതിലുപരി അവിടെയുള്ള നാട്ടുകാരാണ് സ്വാതിയോട് ആവശ്യപ്പെടുന്നത് സ്വാതി മത്സരിക്കണം, സ്വാതി ജയിക്കണം എന്നുള്ളത്. 25 വർഷമായി ക്യാൻസർ രോഗികൾ അടക്കമുള്ള ഒരു വാർഡ്, ഒരു കൗൺസിലർ വാർഡ്. ഈ വാർഡിൽ കൃത്യമായിട്ടുള്ള ഗതാഗത സംവിധാനങ്ങളില്ല. റോഡാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു, വെള്ളമാണെങ്കിൽ പല വീടുകളിലും ലഭിക്കുന്നില്ല, സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിൽ പല സ്ഥലങ്ങളിലും ഇല്ല. സാമൂഹിക വിരുദ്ധരുടെ അതിഭീകരമായിട്ടുള്ള ശല്യം. ഈ സാമൂഹിക വിരുദ്ധരെയെല്ലാം തന്നെ തൻ്റെ കായികപരമായിട്ടുള്ള കഴിവുകളുടെ കൂടെ തന്നെ ഈ കൗൺസിലർ എന്നുള്ള അധികാര പരിധി കൂടെ അല്ലെങ്കിൽ അധികാരം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സ്വാതി കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് അവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമായും സ്വാതി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? സിവിൽ സർവീസ് പരിശീലിക്കുകയാണ് സ്വാതി. അതിന് സ്വാതിക്ക് സ്വാതിയുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുമുണ്ട്. അതായത് ഗ്രൗണ്ട് ലെവലിൽ തന്നെ, അതായത് റൂട്ട് ലെവലിൽ തന്നെയാണ് സ്വാതി തൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. താനൊരു സിവിൽ സർവീസ് സർവൻ്റായി മാറും എന്നുറപ്പുള്ള സ്വാതി ഇപ്പോൾ എത്ര ദീർഘവീക്ഷണത്തോടു കൂടെയാണ് അവരുടെ വാക്കുകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് എന്ന് നോക്കുക. ഒരു സിവിൽ സർവീസ് ആവാൻ അല്ലെങ്കിൽ സിവിൽ സർവീസ് സർവൻ്റ് ആവാൻ നിനക്കെന്താണ് യോഗ്യത എന്ന് ചോദിച്ചവരുടെ മുന്നിലേക്ക് ആദ്യം ഞാനൊരു കൗൺസിലർ ആകട്ടെ, എൻ്റെ വാർഡ് അത് ഞാൻ വികസിപ്പിക്കട്ടെ, ആ വാർഡിൽ ഞാൻ സമാധാനം കൊണ്ടുവരട്ടെ. ഒരു വാർഡ് വികസിച്ചാൽ മാത്രമേ ഒരു ജില്ല വികസിക്കുകയുള്ളൂ. ഈ വാർഡ് വികസിച്ചാൽ, പല വാർഡുകളും ഇതുപോലെ വികസിച്ചാൽ ആ ജില്ലയിൽ സമാധാനപരമായി ജീവിക്കാൻ നാട്ടുകാർക്ക് സാധിക്കും എന്നുള്ളതാണ് സ്വാതിയുടെ യുക്തിപരമായിട്ടുള്ള വളരെ ലോജിക്കലായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. BA സോഷ്യോളജി, അതിനുശേഷം കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് MA സോഷ്യോളജി അടക്കമെടുത്ത് പഠനത്തിൽ വളരെയധികം നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് സ്വാതി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനുശേഷം പഞ്ചാബിലെ ബർനാല ഡിസ്ട്രിക്റ്റിൽ സെൻറ്റ് ബച്ചൗരി ഇൻ്റർനാഷണൽ സ്കൂളിൽ സോഷ്യൽ സയൻസ് ടീച്ചറായി സ്വാതി സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം അത് റിസൈൻ ചെയ്താണ് തൻ്റെ പ്രവർത്തന മേഖല ഇനിയും വിപുലീകരിക്കണം. അതായത് കംഫോർട്ട് സോണിൽ ഒതുങ്ങി നിൽക്കാതെ, സാധാരണ ഒരാൾ ഒരു ജോലി കിട്ടിയാൽ അയാളുടെ കംഫോർട്ട് സോണിൽ ഒതുങ്ങി നിൽക്കും. അങ്ങനെ ഒതുങ്ങി നിൽക്കാതെ ആ ജോലി രാജിവെച്ച് എൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ജനസേവനമാണ്, ജനങ്ങളെ സേവിക്കലാണ് എന്ന് മനസ്സിലാക്കി സ്വാതി കൃത്യമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നത്. അതിനു മുമ്പ് സിവിൽ സർവീസ് പഠിക്കാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ സ്വാതി സിവിൽ സർവീസിന് പരിശീലിക്കുകയാണ്. അപ്പോഴാണ് BJP എന്ന് പറയുന്ന പാർട്ടിയിലുപരി അവിടെയുള്ള ജനങ്ങൾ വന്ന് സ്വാതിയോട് അഭ്യർത്ഥിക്കുന്നത്, സ്വാതി ഇത്തവണ നിൽക്കണം, 25 വർഷമായി CPMൻ്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള ഈ സീറ്റ്, ഇടവക്കോട് വാർഡിലെ ഈ സീറ്റ്, ഈ കൗൺസിലർ സീറ്റ് സ്വാതി പിടിച്ചെടുക്കണം എന്ന് അവർ പറയുന്നത്. അതിനുശേഷം സ്വാതിയുടെ വാക്കുകൾക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്ന് കേൾക്കുക. ബാലഗോകുലത്തിലൂടെയാണ് സ്വാതി വളർന്നു വന്നത്. ബാലഗോകുലത്തിൽ സ്വാതി ഗണശിക്ഷക് ആയിരുന്നു. കോളേജ്, അതായത് SN കോളേജ് ചെമ്പഴന്തിയിലെത്തിയപ്പോൾ അവിടെ നട്ടലിലൊടിഞ്ഞു കിടക്കുന്ന ABVPയെ ഉയർത്തിക്കൊണ്ടുവരാമോ എന്നുള്ളൊരൊറ്റ ചോദ്യം മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സ്വാതി ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തനങ്ങൾ തുടങ്ങുകയായിരുന്നു. ABVPയെ അവിടെ സ്വാതി നയിച്ചു. ശേഷം 16 സീറ്റാണ് അവിടെ SN കോളേജിൽ ABVP സ്വാതിയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത്. അതിനുശേഷം കഴക്കൂട്ടം
മണ്ഡലത്തിലെ വിദ്യാർത്ഥി പ്രമുഖായി ഒരു മഹാനഗരം മുഴുവൻ നയിക്കാനുള്ള ചുമതല സ്വാതിയിലേക്ക് വന്നു ചേരുകയായിരുന്നു. എതിർ സ്ഥാനാർത്ഥികളുടെ വീട്ടിൽ പോലും സ്വാതിക്ക് ലഭിക്കുന്ന സ്വീകരണമാണ് അവിടെയുള്ള CPMന്റെ ഉറക്കം കെടുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എതിർ സ്ഥാനാർത്ഥികളുടെ വീട്ടിൽ പോലും പോകുമ്പോൾ സ്വാതിയുടെ ആ ലാളിത്യം, ആ മര്യാദ അവരെ വല്ലാതെ ആകർഷിക്കുന്നു എന്നുള്ളത് CPMന് ഇപ്പോൾ ഒരു പ്രശ്നം തന്നെയായി മാറിയിരിക്കുകയാണ്. സമ്പർക്കത്തിലൂടെ നാട്ടുകാരുടെ സകല ആവശ്യങ്ങളും സ്വാതി മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്വാതി നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നത്? സാധാരണ ഒരു നേതാവ് ചെന്ന് നാട്ടുകാരുടെ മുന്നിൽ ഒരു ക്ലോസപ്പ് പുഞ്ചിരിയും വെച്ച് ചിരിച്ചു കാണിച്ച് കയ്യും കൊമ്പിട്ട് വോട്ട് ചോദിക്കുന്ന രീതിയല്ല സ്വാതി അവലംബിക്കുന്നത്. മറിച്ച് കയ്യിൽ ഒരു നോട്ട് കാണും. ആ നോട്ടിൽ ആ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് സ്വാതി കൃത്യമായി നോട്ട് ചെയ്തു പോകുമെന്നുള്ളതാണ് സ്വാതിയുടെ ഏറ്റവും വലിയ ഗുണമായി അവിടെയുള്ള നാട്ടുകാർ ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. സമ്പർക്കത്തിലൂടെ നാട്ടുകാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് ക്യാൻസർ രോഗികൾ പോലും ഇവിടെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രധാനമായും തകർന്നു കിടക്കുന്ന റോഡുകൾ, ആശുപത്രിയിലേക്ക് പോകാനുള്ള ഗതാഗത സൗകര്യമില്ലായ്മ, ഇതൊക്കെ ആ നാട്ടുകാരെ 25 വർഷമായി വലയ്ക്കുന്നുണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് സ്വാതി തിരിച്ചറിഞ്ഞു. 25 വർഷം ഭരിച്ച CPM കൗൺസിലർമാർ ഒന്നും തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്കൊന്നും തന്നെ ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് ജനങ്ങൾ സ്വാതിയോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് മാത്രമല്ല സ്വാതിയുടെ കഴിവെന്ന് പറയുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ പല സ്ഥാനാർത്ഥികളും സ്വാതിയുടെ മുമ്പിൽ വിയർക്കും എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കിക്ക് ബോക്സിംഗ്, വൂഷു, പിന്നെ തായ്ലൻഡിൻ്റെ തനത് മാർഷൽ ആർട്ടായിട്ടുള്ള മിയാവു തായ്, ഇതിലെല്ലാം തന്നെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് സ്വാതി എന്ന് പറയുന്നത്. വെറും ഒരു സ്ത്രീയല്ല. പെണ്ണെ നീ തീയാകുക എന്നുള്ള ആ സോഷ്യൽ മീഡിയ വാക്ക് സ്വന്തം ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ പുലർത്തുന്ന, അതിന് ബഹുമാനം കൊടുക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് സ്വാതി. മിയാവു തായിൽ സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യനായി മാറിയ ഒരു വ്യക്തിയാണ് സ്വാതി. മിയാവു തായിൽ നാഷണൽ ലെവൽ മെഡൽ ഹോൾഡറാണ് സ്വാതി. നേപ്പാൾ ഇന്റർനാഷണൽ ഈവൻറ്റിൽ മെഡൽ ജേതാവാണ് സ്വാതി. സ്വാതി തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ അത് എവിടെയായിരുന്നാലും കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് പഠനത്തിലായാലും ശരി തന്നെ, അത് മാർഷൽ ആർട്സിലായാലും ശരി തന്നെ, കായിക പരിശീലനത്തിലായാലും ശരി തന്നെ, എന്തിനു പറയുന്നു ഇപ്പോൾ രാഷ്ട്രീയത്തിലായിരുന്നാലും ശരി തന്നെയാണ്. എന്തായാലും പഠിത്തവും സ്പോർട്സും പൊളിറ്റിക്സും ഒരുമിച്ച് കൊണ്ടുപോയി മൾട്ടി ടാസ്കിംഗ് തൻ്റെ കഴിവ് തെളിയിച്ച ഈ ഒരു കൗൺസിലർ സോഷ്യോളജി താൻ പഠിച്ചത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് തനിക്ക് അപ്പോൾ സോഷ്യോളജി പഠിക്കുമ്പോൾ തന്നെ ഈ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം എന്ന കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നും സ്വാതി പറയുന്നു. ഈ ദീർഘവീക്ഷണമാണ് സ്വാതിയെ ഇന്ന് ആദ്യ പട്ടികയിൽ തന്നെ പേര് വരുന്ന രീതിയിൽ കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇത്തവണ ഇടവക്കോട് വാർഡിലെ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷ സ്വാതി എന്ന് പറയുന്ന ഈ തീപ്പൊരി നേതാവിൽ അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.